ചില ആൾക്കാർക്ക് വിശേഷണങ്ങളില്ല. IAS PB നൂഹ് സർ. സിനിമകളൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഇതിലേക്ക് വന്ന ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ. എൻ്റെ ബാച്ചിൽ 10 മലയാളികളുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ വെച്ച് പറയുന്ന ഒരു കാര്യം ദി കിങ് എന്ന് പറയുന്ന മൂവിയായിരുന്നു. IAS അക്കാഡമിയിൽ ദി കിങ് മൂവി അവിടെ ഷോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ശരി, അത്ര അത് കാണിച്ചിട്ടുണ്ട്. ബ്രദർ വെസ്റ്റ് ബംഗാളിലാണ് വർക്ക് ചെയ്യുന്നത്. കേരളത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ ആൾ വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ആള് കേരളത്തിൽ ഫസ്റ്റ് ഡെപ്യൂട്ടേഷൻ പോസ്റ്റിൽ വന്നത് സപ്ലൈകോയിലാണ്. ആ സപ്ലൈകോയിലാണ് ഞാനിപ്പോൾ ചെയർമാനായിട്ട്. 16 വർഷമാകുമ്പോഴാണ് നമ്മൾ സംസ്ഥാനത്താണെങ്കിൽ സെക്രട്ടറി തലത്തിലാവുക. ജോയിന്റ് സെക്രട്ടറി തലത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2 വർഷം നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്ത വർഷം സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പോകേണ്ട ആ സീനിയോറിറ്റിയിലാണ് ഞാനുള്ളത്. നമ്മളെപ്പോഴെങ്കിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നമ്മളെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് ഞെട്ടുന്ന ഒരവസ്ഥ? വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടിക്കുന്ന കമന്റ്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇതുവരെ കേൾക്കാത്ത അറിയാത്ത കാര്യങ്ങളൊക്കെ കമന്റിൽ ആളുകൾ എഴുതിയിട്ടുണ്ട്.